നിങ്ങൾ മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുകയാണ്. മനുഷ്യരുടെ സാക്ഷ്യത്തെക്കാളും വലിയ സാക്ഷ്യം. നാം എല്ലാവരും സാക്ഷ്യം പറയുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഇതാ, മനുഷ്യരുടെ സാക്ഷ്യത്തെക്കാളും വലിയ സാക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ വിലപ്പെട്ടതാണ്. അത് വ്യക്തിപരമാണ്, അത് പങ്കുവയ്ക്കാനുള്ളതാണ്. ഞാൻ ചെറുപ്പം മുതൽ വിക്കനായ ഒരു മനുഷ്യനായിരുന്നു. ഇന്ന് ഞാൻ തടസ്സമില്ലാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ സാക്ഷ്യമായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സാക്ഷ്യം പറയാൻ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്ന നിങ്ങൾ ഇന്ന് പകൽ അറിയണം, ദൈവത്തിനൊരു സാക്ഷ്യം പറയാനുണ്ട്. അത് നമ്മുടെ സാക്ഷ്യത്തെക്കാളൊക്കെ വലുതാണ്. ദൈവം പറഞ്ഞു തുടങ്ങുകയാണ്. ദൈവം പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ കുറിച്ചിട്ടാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യം തൻ്റെ മകനെ കുറിച്ചിട്ടാണ്. എന്താണ് ദൈവം പറയുന്നതെന്നറിയാമോ? തൻ്റെ മകൻ്റെ അകത്ത് ജീവനുണ്ട്. ദൈവം പറയുന്നു, തൻ്റെ മകൻ്റെ അകത്ത് ജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതെ, പുത്രൻ്റെ അകത്ത് ജീവനുണ്ട്. ജീവൻ എന്ന് പറഞ്ഞാൽ, അതേ, ദൈവം വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്, പുത്രൻ്റെ അകത്ത് ജീവനുണ്ട്. എന്നാൽ ദൈവം ആ സാക്ഷ്യം പുത്രനിൽ ജീവനുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ദൈവം വീണ്ടും തുടരുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ ജീവനുള്ളപ്പോൾ തന്നെ അവനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലും ആ സാക്ഷ്യമുണ്ട്. പുത്രൻ്റെ അകത്ത് ജീവനുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്തും ജീവനുണ്ട്. പുത്രനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ദൈവം അവനിൽ വിശ്വസിക്കുന്നവരായ നമ്മെ ഓരോരുത്തരെയും കുറിച്ചും സാക്ഷ്യം പറയുകയാണ്. പുത്രൻ്റെ അകത്തുള്ള ജീവൻ വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്തുമുണ്ട്. ഏതാണ് ആ ജീവൻ? ദൈവം തുടരുകയാണ്. അതെ, ആ ജീവൻ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് കെട്ടുപോകുന്ന ജീവനല്ല, ആ ജീവൻ നിത്യജീവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നമുക്ക് പറയാനുള്ള ജീവനുള്ളൊരു സാക്ഷ്യമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ജീവനിൽ കടന്നിരിക്കുകയാണ്. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ നിത്യജീവനാണ്. ഈ ഭൂമിയിലെ ശരീരത്തിൽ ദൈവം നൽകിയ ഏതെങ്കിലും ഒരു വിടുതലല്ല ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന സന്ദേശം. ഇത് നിങ്ങളുടെ ആത്മാവിൽ ദൈവം പകർന്ന ജീവനാണ്. ഇത് നിത്യജീവനാണ്. ദൈവം പറഞ്ഞു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്ത് ആത്മാവിൽ വ്യാപരിക്കുന്ന ജീവൻ, അത് നിലനിൽക്കുന്ന ജീവനാണ്. അത് കെട്ടുപോകുന്ന ജീവനല്ല, അത് നിലനിൽക്കുന്ന ജീവനാണ്. അതിനെ കെടുത്തിക്കളയാൻ ആർക്കും സാധ്യമല്ല. നിങ്ങളുടെ ശരീരം മണ്ണാണ്, അത് മണ്ണിനോട് ചേരും.
എന്നാൽ നിങ്ങളുടെ അകത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച മാത്രയിൽ വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനിച്ച ആത്മാവ് നിത്യതയ്ക്ക് വേണ്ടി ജനിച്ചിരിക്കയാൽ ആ ജീവനെ കെടുത്തിക്കളയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതാണ് സാക്ഷ്യം. ദൈവം എനിക്ക് ജീവൻ തന്നു. എൻ്റെ അകത്ത് ജീവനുണ്ട്. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അതെ, എൻ്റെ അകത്തും ജീവൻ്റെ വ്യാപാരമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.